ആരാധകരുടെ നെഞ്ചിടിപ്പേറ്റുന്ന കാൽപന്ത് കളിയുടെ ആവേശം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ഇപ്പോൾ ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിലാണ് നാടും നഗരവും ഉള്ളത്. ഇഷ്ട താരങ്ങളുടെയും ടീമുകളുടെയും ഫ്ലക്സുകളും കട്ടൗട്ടുകളും സ്ഥാപിച്ചുകൊണ്ട് ലോകകപ്പ് ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. ഫുട്ബോൾ മഹാമാമാങ്കത്തിന്റെ കിക്ക് ഓഫിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകരുള്ളത്. ഫുട്ബോൾ ആവേശത്തിന്റെ വിസിൽ നാടെങ്ങും മുഴങ്ങിക്കഴിഞ്ഞു. ലോകത്തിന്റെ കണ്ണുകൾ കളിക്കളത്തിലേക്ക് തിരിയുന്ന നിമിഷത്തിനായി ആരാധകർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആരാധകർ റോഡരികിലും ജംഗ്ഷനിലും ഇഷ്ട ടീമുകളുടെയും താരങ്ങളുടെയും വലിയ ഫ്ലെക്സ് ബോർഡുകളും കട്ടൗട്ടുകളും കൊടിയുമെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. ഒറ്റ നിമിഷം കൊണ്ട് മത്സരത്തിന്റെ ഗതി മാറ്റാൻ കഴിയുന്ന ഫുട്ബോൾ നായകൻ ലയണൽ മെസ്സിയെ നെഞ്ചേറ്റി നീലയും വെള്ളയും ജേഴ്സിയിൽ പോരാട്ട വീര്യത്തിന്റെ നിമിഷങ്ങൾ ഈ ലോകകപ്പിലും കാണാമെന്നാണ് അർജന്റീന ഫാൻസിന്റെ പക്ഷം. ഇത്തവണയും കപ്പ് അർജന്റീന തന്നെ തൂക്കുമെന്ന് ആരാധകർ പറയുന്നു. ഉറപ്പായിട്ടും. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പിനേക്കാളും അതിനേക്കാളും കുറച്ച് നല്ലൊരു സ്ക്വാഡായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പിന്നെ ഒരു പ്രത്യേക അഡ്വാൻറ്റേജ് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വേൾഡ് കപ്പിൽ വെച്ചാൽ അത്രയും പ്രഷർ സിറ്റുവേഷനിലാണ് കളിച്ചത്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ കാരണം വേൾഡ് കപ്പ് ജയിച്ചിട്ട് വരുന്ന അർജന്റീന സ്ക്വാഡാണ്. അപ്പോൾ എന്തായാലും ആ ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല. നല്ല രീതിയിൽ തന്നെ കളി ഉണ്ടാവും. എന്തായാലും കപ്പടിക്കുന്നില്ല പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതന്നെ ടെൻഷൻ ഫ്രീ ആയിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ എന്തായാലും കപ്പ് ഉറപ്പാണ്. ഇപ്പോൾ സ്ക്വാഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വേൾഡ് കപ്പിനെ അപേക്ഷിച്ച് കുറച്ച് പ്ലേയേഴ്സ് മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ പ്ലേയേഴ്സും മുന്നേ കളിച്ചവർ തന്നെയാണ്. ഇപ്പോൾ ഗോൾ കീപ്പറായാലും എമിലിയാനോ മാർട്ടിനസ് നമുക്ക് ഏറ്റവും നല്ലൊരു എന്താ പറയുക ഗോൾ കീപ്പർ മികച്ചു നിൽക്കുന്ന ഒരു ഗോൾ കീപ്പറാണ്. ഇപ്പോൾ മെസ്സി ആയാലും ക്രിസ്ത്യാനോ ആയാലും നെയ്മർ ആയാലും ഇവരുടെ ലാസ്റ്റ് വേൾഡ് കപ്പാണ്. അപ്പോൾ എല്ലാ കളിയും നമ്മൾ എൻജോയ് ചെയ്യുക. അതിൻ്റെ പുറമെ അർജന്റീന കപ്പടിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി. ഇപ്പോൾ എല്ലാവരും ഇപ്രാവശ്യം കൂടി മെസ്സിക്ക് ഒരു കപ്പ് എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ഇപ്പം പോസ്റ്റേഴ്സും കാര്യങ്ങളെല്ലാം വന്നു തുടങ്ങി. ഇപ്പം ആവേശം തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറച്ചും കൂടി സന്തോഷമുണ്ട്. ഇപ്രാവശ്യം പുതിയ കളിക്കാരുണ്ട്. എല്ലാം കൊണ്ടും ആവേശത്തിലാണ്. ഇപ്രാവശ്യം കഴിഞ്ഞതിനേക്കാളും ഗ്രൂപ്പുകൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും. പിന്നെ ഒരു ടീമിനെയും ചെറുതാക്കി കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. അതായത് എല്ലാ ടീമും ഒന്നിനൊന്ന് ബെറ്ററാണ്. അപ്പം അർജൻറ്റീന എന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളിക്കാരെ ഒന്നുകൂടി കാണാം. ലാസ്റ്റ് മെസ്സിൻ്റെ വേൾഡ് കപ്പ് ആയതുകൊണ്ട് കുറച്ചും കൂടി ഒരു കാണാനൊരു ആഗ്രഹിക്കും. മഞ്ഞ ജേഴ്സിയിൽ മൈതാനത്തെത്തുന്ന സാംബയുടെ രാജാക്കന്മാരാണ് ബ്രസീൽ. പരിക്കുകളുണ്ടെങ്കിലും നെയ്മർ തന്നെയാണ് സുൽത്താൻ എന്ന് തളിപ്പറമ്പിലെ ബ്രസീൽ ആരാധകർ പറയുന്നു. തളിപ്പറമ്പ് കപ്പാലത്തെ ബ്രസീൽ ഫാൻസ് ഉണ്ട് നമ്മുടെ കൂടെ. ഇവരുടെ വാഹനത്തിൽ ഉൾപ്പെടെ സ്റ്റിക്കറൊക്കെ പതിച്ചാണ് ഫുട്ബോളിന്റെ ആവേശം കാണിക്കുന്നത്. എന്തായാലും മറ്റ് ഫുട്ബോൾ ആവേശം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് ഇത്തവണത്തെ വേൾഡ് കപ്പ് ആവേശം? ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് ബ്രസീൽ എന്തായാലും തൂക്കാൻ വെച്ചാൽ നമ്മൾ നെയ്മർ പേർക്കൊണ്ട് ഏറ്റവും കൂടുതൽ ഇതാക്കിയത് നെയ്മറാണ്. പക്ഷേ ഈ പ്രാവശ്യം എന്താക്കും 2026 വേൾഡ് കപ്പ് നമ്മൾ എന്തായാലും തൂക്കും ബ്രസീൽ. മറ്റുള്ള ഫാൻസ് എങ്ങനെയൊന്നുമല്ല. പക്ഷേ ഈ പ്രാവശ്യം നമ്മളെ ബ്രസീൽ ഫാൻസ് നമ്മൾ ഇൻസ്റ്റാഗ്രാം മാത്രമല്ല, പിന്നെ നമ്മളെ ഫ്ലെക്സ് ആയാലും പിന്നെ കൊടിയായാലും നമ്മളെ വണ്ടി ഇപ്പോൾ 10-30 വണ്ടി തലപ്പുറം തന്നെ ബ്രസീലിൻ്റെ ഇത് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. മറ്റുള്ള ഫാൻസ് നമ്മൾ നോക്കണ്ട. ബ്രസീൽ ഫാൻസ് നമ്മൾ തലപ്പുറം ഉഷാറാണ്. ഒരു മാറ്റമില്ല അതിന്. ഇഷ്ടപ്പെട്ട താരം ഏതാണ്? നെയ്മർ തന്നെയാണോ? നെയ്മർ തന്നെ, ഒരു സംശയമില്ല അതിന്. സുൽത്താൻ നമ്മളെ അടുത്ത വെള്ളിയാഴ്ച 12-ാം തീയതി നമ്മളെ സൈദനാറിന് തുടങ്ങിയിട്ട് കാക്കത്തോട് ബസ്റ്റാൾ അവസാനിക്കുന്ന DJ പരിപാടി ഉണ്ട്. നമ്മളെ ബ്രസീൽ ഫാൻസിൻ്റെ DJ പരിപാടി ഉണ്ട്. നമ്മളെ വേൾഡ് കപ്പിനെ വരവേൽക്കാൻ വേണ്ടി തലപ്പുറം ബ്രസീൽ ഫാൻസ് നടത്തുന്ന ഒരു DJ പരിപാടി. ഗോൾ വേട്ടയിലെ കൃത്യത കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ നായകനായ പോർച്ചുഗൽ അല്ലാതെ മറ്റാര് എന്ന ഒറ്റ മൈൻഡിലാണ് പോർച്ചുഗൽ ടീം ആരാധകരും. ഇവർക്ക് പുറമെ ജർമ്മനി, ഫ്രാൻസ് തുടങ്ങി മറ്റു ടീമുകളുടെ ആരാധകരും രംഗത്തുണ്ട്. പഴയ കാലങ്ങളിൽ മാസങ്ങൾക്ക് മുന്നേ തന്നെ വേൾഡ് കപ്പ് ആവേശം തുടങ്ങുമായിരുന്നു. പന്തയം വയ്ക്കലും പ്രവചന മത്സരങ്ങളും വേറെ. AI യുഗത്തിൽ ഇത്തവണത്തെ ലോകകപ്പും സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങിപ്പോയോ എന്ന ചോദ്യവുമുണ്ട്. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങളുടെ മണ്ണിൽ അരങ്ങേറുന്ന ലോക ഫുട്ബോൾ മത്സരത്തിനായി കാത്തിരിപ്പിലാണ് ആരാധകരുള്ളത്. പഴയ കാലത്തെ അപേക്ഷിച്ച് വേൾഡ് കപ്പ് ആവേശം സോഷ്യൽ മീഡിയകളിലാണ് സജീവം. എങ്കിലും കളിക്കളത്തിൽ പന്തുരുളാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഏറെ ആവേശത്തിലാണ് ഫുട്ബോൾ ആരാധകരുള്ളത്. വിമൽ ചെടിച്ചേരിക്കൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.